ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 2 ദിവസം മുന്നേ ജിപ്മറിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിരുന്നു. എലിജിബിലിറ്റി ക്രൈറ്റീരിയയും അഡ്മിഷൻ്റെ കാര്യങ്ങളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻസ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ കമൻസും മാർക്കിനെ പറ്റിയായിരുന്നു. ഇത്ര മാർക്ക് ഉണ്ടെങ്കിൽ ജിപ്മറിൽ അഡ്മിഷൻ കിട്ടുമോ, അല്ലെങ്കിൽ എത്രയാണ് കട്ട് ഓഫ് മാർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതലും കമൻസ് വന്നത്. അപ്പോൾ വിചാരിച്ചു അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന്. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഓരോ വർഷത്തെയും നീറ്റിൻ്റെ സ്കോറും അല്ലെങ്കിൽ വിജയ ശതമാനവും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരുപക്ഷെ വിജയ ശതമാനം കൂടുതലാണെങ്കിൽ ഈ വർഷം വിജയ ശതമാനം കുറവായിരിക്കും. അപ്പോൾ ഓരോ ഇയറിലും ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു കട്ട് ഓഫ് മാർക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അത് പറയണമെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിലെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് കട്ട് ഓഫ് മാർക്ക് ഇത്രയായിരിക്കും എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുള്ളൂ. എന്നിരുന്നാൽ പോലും ഒരു 2-3 വർഷത്തെ ഒരു അനാലിസിസ്, റിസൾട്ട് റാങ്ക് ലിസ്റ്റിന്റെ ഒരു അനാലിസിസ് എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലാവാൻ സാധിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് കരുതിയാണ് ഇനി ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ആദ്യമായി കാണുന്ന മക്കളാണെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വരും ദിവസങ്ങളിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞത് നീറ്റിനെ പറ്റിയായിരുന്നു. അപ്പോൾ ഈ ഒരു വർഷത്തെ വിജയ ശതമാനം നോക്കാനാണെങ്കിൽ പ്രീവിയസ് ഇയറിനേക്കാളും കുറവാണ്. ഹയസ്റ്റ് ഓൾ ഇന്ത്യയിൽ ഹയസ്റ്റ് മാർക്ക് തന്നെ കിട്ടിയിരിക്കുന്നത് 686 ആയിരുന്നു. അപ്പോൾ കേരളത്തിലെ നോക്കാനാണെങ്കിൽ 640 സംതിങ് എന്തോ ആണ്. അത് റാങ്ക് വെച്ച് നോക്കാനാണെങ്കിൽ 100ന് എബോ ആയിരുന്നു റാങ്ക് വരുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ. അപ്പൊ ഇങ്ങനെയുള്ള വിജയ ശതമാനം കുറവായതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ ഇപ്പോൾ MBBS ട്രൈ ചെയ്യുക, ഇനി ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാൻ പോകാനുള്ള മടി കാരണം, അല്ലെങ്കിൽ ഓൾറെഡി റിപ്പീറ്റ് ചെയ്തവരാണെങ്കിൽ ഇനി ഒരു വർഷം കൂടെ വേസ്റ്റ് ആക്കാതെ അവർ ചിലപ്പോൾ BSc കോഴ്സുകളിലേക്കൊക്കെ തിരിയാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ കട്ട് ഓഫ് പറയാനാണെങ്കിൽ ഏകദേശം ഒരു 600+ ഒക്കെ ഉള്ളവരും ജിപ്മർ, എയിംസ് പോലെയുള്ള വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ നീറ്റ് ക്വാളിഫൈ ആയി ഉയർന്ന മാർക്ക് ലഭിച്ചവരെല്ലാം തന്നെ ആദ്യത്തെ ആ ഒരു 600 ആ ഒരു ലെവലിൽ ഒരു 550 അബവ് 600 ഒക്കെ ഉള്ളവരെല്ലാം തന്നെ MBBS ട്രൈ ചെയ്യും. ഇനി ഓൾ ഇന്ത്യ കിട്ടിയില്ലെങ്കിൽ അവർ കേരളത്തിലും ഒക്കെ ആയിട്ട് ട്രൈ ചെയ്ത് അഡ്മിഷൻ നേടും. സോ പിന്നീട് വരുന്ന റാങ്ക് അല്ലെങ്കിൽ പിന്നീട് വരുന്ന മാർക്കിലുള്ളവരായിരിക്കും ഈ ജിപ്മർ, എയിംസ് പോലെയുള്ള വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ BSc കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ആരാണോ ഏറ്റവും ഹയസ്റ്റ് മാർക്കായിട്ട് ജിപ്മറിലോ അല്ലെങ്കിൽ എയിംസിലൊക്കെ അപ്ലൈ ചെയ്യുന്നോ അവരായിരിക്കും ഒന്നാമത്തെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ താഴേക്ക് വരുന്ന സ്കോറുകളായിരിക്കും പിന്നീട് 2, 3, 4, 5 റാങ്കുകളായിട്ട് ഇങ്ങനെ മാറുന്നത്. ലാസ്റ്റ് ഇയറിലെ ജിപ്മറിന്റെ BSc കോഴ്സുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് നോക്കാനാണെങ്കിൽ ഫസ്റ്റ് റാങ്ക് വന്നിരുന്നത് 650 ആയിരുന്നു. അതിന്റെ മുമ്പത്തെ വർഷമാണെങ്കിൽ 609 ഒക്കെ ആയിരുന്നു. ഒരുപക്ഷെ ആ ഒരു എക്സാം നല്ല ഈസി ആയതുകൊണ്ട് ഒരുപാട് കാൻഡിഡേറ്റ്സ് ചിലപ്പോൾ 600ന് മേലെ, അതായത് 700, 720 ഒക്കെ വാങ്ങിച്ച ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ആ ഒരു റേഞ്ച് വന്നത്. പക്ഷെ ഈ ഒരു വർഷത്തെ കണക്ക് പ്രകാരം നോക്കാനാണെങ്കിൽ ആദ്യം തന്നെ മെൻഷൻ ചെയ്തിരുന്നു ഹയസ്റ്റ് മാർക്ക് 686 ആണ്. അപ്പോൾ ഒരിക്കലും എന്തായാലും ഇത്രയും ഒരു മാർക്ക് വേണ്ടി വരില്ല ജിപ്മറിൽ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് വരാൻ വേണ്ടിയിട്ട്. ഇനി പറയാനും പറ്റില്ല, MBBS ട്രൈ ചെയ്തു കിട്ടാത്തവരുണ്ട്, BSc കോഴ്സുകളാണ് പോകാൻ താല്പര്യമെങ്കിൽ അവർ നോക്കുകയാണെങ്കിൽ അവർക്കും കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാലും നമുക്കൊരു അറൗണ്ട് കണക്ക് പറയാനാണെങ്കിൽ, ഒരു അറൗണ്ട് കട്ട് ഓഫ് മാർക്ക് പറയാനാണെങ്കിൽ ഒരു 550 to 600 ആയിരിക്കും ജനറൽ കാറ്റഗറിയിൽ ഒരു കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞ് വരുന്നത്. ഇനി റിസർവേഷൻ കാറ്റഗറിയിലിട്ട് നോക്കാനാണെങ്കിൽ OBC കാറ്റഗറി എന്ന് നോക്കാനാണെങ്കിൽ അറൗണ്ട് ഒരു 450+ ഒക്കെ മാർക്ക് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ സാധ്യതയുണ്ട് ജിപ്മറിൽ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതൊരു ഫിക്സഡ് മാർക്ക് അല്ല. ഞാൻ ആദ്യം തന്നെ പറയുന്നു, നമ്മൾ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ച ഒരു ഏകദേശം റേഞ്ചാണ്. ഈ വർഷത്തെ റിസൾട്ടിന്റെ ബേസിൽ ചിലപ്പോൾ ഇത് മാറാൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇനി EWSന്റെ കാര്യം വരികയാണെങ്കിൽ ഒരു 350 to 400 അല്ലെങ്കിൽ എബോ ഒരു 400 മാർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ജിപ്മറിൽ അഡ്മിഷൻ നേടാം. ഇനി SC ST ആണെങ്കിൽ അവർക്ക് ഒരുപാട് മാർക്കൊന്നും വേണ്ട, ഒരു 300, 350 റേഞ്ചിലൊക്കെ മാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ജിപ്മറിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതെല്ലാമാണ് ഒരു നീറ്റിന്റെ കട്ട് ഓഫ് മാർക്ക്, ജിപ്മറിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയുള്ള ഒരു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. ഇതൊരു അനാലിസിസിന്റെ ഭാഗമായിട്ട് വന്ന ഒരു കൺക്ലൂഷൻ ആണ്. ഇതൊരിക്കലും ഒരു കറക്റ്റ് മാർക്കല്ല. ഈ ഒരു മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഈ ഒരു വർഷത്തെ റിസൾട്ടും അതിന്റെ ആ ഒരു പോക്കും റാങ്കും കാര്യങ്ങളും, അതിൽ എത്ര പേര് MBBS ചൂസ് ചെയ്യുന്നുണ്ട്, എത്ര പേർക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുന്നു, എത്ര പേര് ഓൾ ഇന്ത്യ ലെവലിൽ പോകുന്നു, ഇതെല്ലാം ബേസ് ചെയ്തിട്ടിരിക്കും പിന്നീടുള്ള ഈ ജിപ്മർ ആണെങ്കിലും എയിംസ് ആണെങ്കിലും ഒക്കെയുള്ള വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള BSc കോഴ്സുകളുടെ അഡ്മിഷൻ നടക്കുന്നത്. ഒന്നും കൂടെ പറയാം, ജിപ്മറിന്റെ അഡ്മിഷൻ പ്രോസസ്സ് ഇതുവരെ സ്റ്റാർട്ട് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു MBBSന്റെ അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം മാത്രമേ ഒരുപക്ഷെ ഈ ഒരു അലോട്ട്മെന്റ് അല്ലെങ്കിൽ അഡ്മിഷൻ പ്രോസസ് ഒക്കെ സ്റ്റാർട്ട് ആവുകയുള്ളൂ.
അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്ഡേറ്റഡ് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു കാര്യം പറയാനുള്ളത്, BSc നഴ്സിംഗിന് അഡ്മിഷൻ ഒക്കെ എടുത്തതിന് ശേഷം നമ്മളൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. BSc നഴ്സിംഗ് റിലേറ്റഡ് ടോപ്പിക്സ് ഒക്കെ ഒരു ലെസൺ പോലെ ഡെയിലി ടീച്ച് ചെയ്യുന്ന ഒരു ലെസൺ പോലെ നമ്മളൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അത് വേറെ തന്നെ ചാനലായിരിക്കും, ഈ ഒരു ചാനലായിരിക്കില്ല. അപ്പോൾ ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. പുതുതായിട്ട് കാണുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ആദ്യമായി കാണുന്നവർ ഡെഫിനറ്റ്ലി ആ ഒരു ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ BSc നഴ്സിംഗ് നിങ്ങൾക്ക് ഈസി ആയിട്ട് വരും ദിവസങ്ങളിൽ പഠിച്ച് ആ ഒരു 4 years നമുക്ക് അരിയേഴ്സ് ഒന്നും സപ്ലി ഒന്നും ഇല്ലാതെ പാസ് ഔട്ട് ആയിട്ട് വിജയകരമായി നല്ല കരിയറിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇനി അഡ്മിഷൻ റിലേറ്റഡ് എന്തെങ്കിലും ക്വയറീസ് ഉണ്ട്, ഏതെങ്കിലും കോളേജസ് കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും കോളേജസിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എനിക്ക് അറിയുന്ന ഡേറ്റ ആണെങ്കിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.